ട്രിവാൻഡ്രത്ത് നിന്ന് 2:45 നിസാമുദ്ദീൻ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ്സിലെ ഒരു യാത്രയെ പറ്റിയാണ് ഞാൻ പറയുന്നത്. തേർഡ് എക്കണോമിയിലാണ് ഞങ്ങൾ യാത്ര ചെയ്തത്. ആ കോച്ചാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളാരും ആ കോച്ച് കയറരുതെന്നേ പറയത്തുള്ളൂ. കാര്യം ഭയങ്കര സ്മെല്ല് വന്നിട്ട് എസിന്നാണോ എവിടുന്നാണെന്ന് അത് ഭയങ്കര സ്മെല്ലുണ്ടായിരുന്നു. അവസാനം ഞങ്ങൾ ഒരു നമ്പർ ഇവിടെ ഉണ്ടായിരുന്നു, റെയിൽവേ എൻക്വയറി എന്ന് പറഞ്ഞ്. ആ നമ്പറിലൊന്ന് വിളിച്ച് അവരെ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ വന്ന് ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം സോൾവ് ചെയ്തു. 2, 3 പ്രാവശ്യം അവർ വന്നിട്ട് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ PNR നമ്പരും നമ്മുടെ സീറ്റ് നമ്പർ അടിക്കുമ്പോൾ നമ്മുടെ അടുത്ത് നേര് വന്ന് ഇല്ലാന്ന് ചോദിച്ച് മനസ്സിലാക്കി നമ്മുടെ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതാണ്. ഇനി പോകുന്ന സ്ഥലം എൻ്റെ 6 വർഷത്തെ ആഗ്രഹമായിരുന്നു ഗോവയിലേക്കൊരു ട്രിപ്പ്. കല്യാണം കഴിഞ്ഞ അന്ന് മുതലുള്ള എൻ്റെ ചേട്ടൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. അത് പക്ഷേ ഇപ്പോഴാണ് സാധിക്കാൻ പറ്റിയത്. ഞങ്ങൾ നല്ല നേരത്തെ എത്തിയത് കേട്ടോ. 9:15 എത്താനുള്ള ട്രെയിനാണ്. പക്ഷേ അത് നല്ല നേരത്തെ എത്തി. 8:45 തേർഡ് പ്ലാറ്റ്ഫോമിലെത്തി. ഇവിടുന്ന് ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ ചെന്നാൽ മാത്രമേ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങളിതാ ഇങ്ങനെ നടന്ന് പോവുമായിരുന്നു. ട്രെയിൻ അവിടുന്ന് 2:45 തിരിച്ച് രാവിലെ ഏതാണ്ട് 9:15 എത്താനുള്ളതായിരുന്നു. പക്ഷേ ഇച്ചിരി നേരത്തെ ആയിരുന്നു. ഞങ്ങൾ ഫസ്റ്റ് പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ കണ്ട കാഴ്ചയുണ്ടോ ഇത്? സൈഡ് നിറച്ച് ഒരുപാട് തുണിക്കടകളുണ്ടായിരുന്നു. എഴുതി വച്ചേക്കുന്നുണ്ടല്ലോ പേ ലെസ് ബൈ മോർ. അതായത് കുറച്ച് പക്ഷേ ഒരുപാട് സാധനം. 4, 5 ദിവസം നിൽക്കാൻ വരുന്നവർക്കാണെങ്കിൽ ഈ പറഞ്ഞ ഡ്രസ്സുകളോ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല കേട്ടോ. ഇവിടുന്ന് തന്നെ നമുക്ക് എല്ലാം വാങ്ങാം. അത്രയ്ക്കും റേറ്റ് കുറവാണ് ഇവിടെ ഡ്രസ്സിനൊക്കെ. കൂടുതൽ നമ്മൾ ബീച്ച് സൈഡിൽ ഇടാൻ പറ്റിയ ഡ്രസ്സുകൾ മാത്രമേ ഇവിടെ കിട്ടുന്നുള്ളൂന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ഹോട്ടലിലേക്ക് പോകേണ്ടത് ഉച്ചയ്ക്ക് 2 മണിക്കാണ്. ചെക്ക് ഇൻ ടൈം അപ്പോഴാണ്. കുഞ്ഞുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ അവരോട് റിക്വസ്റ്റ് ചെയ്തു. ഞങ്ങൾ 12 മണിക്ക് ചെക്ക് ഇൻ ആക്കി. പക്ഷേ എന്നാലും ഇനിയും സമയമുണ്ട്. രാവിലെ മണി 9 അല്ലേ ആയുള്ളൂ. എവിടെയെങ്കിലും ഒരു 2 മണിക്കൂർ ഞങ്ങൾക്ക് ചിലവഴിക്കണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടേക്ക് നോക്കിയപ്പോഴാണ് ഇവിടെ ഒരു എക്സിക്യൂട്ടീവ് ലോഞ്ച് ഉണ്ടായിരുന്നത്. പിന്നെ ഞങ്ങൾ വിചാരിച്ചു അവിടെ തന്നെ 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യാമെന്ന്. ആ 2 മണിക്കൂർ വെച്ച് തന്നെ ഞങ്ങൾ അവിടെ നോക്കിയായിരുന്നു. ടൂറിസ്റ്റുകാരിന്നൊക്കെ നല്ല പോലെയാണ് അവിടുത്തെ ഈ പറഞ്ഞ പ്രൈവറ്റ് ടാക്സിക്കാർ കാശ് വാങ്ങുന്നത്. 2000 രൂപയൊക്കെയാണ് മേടിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഗവൺമെൻറ് ഗോവ മൈൽസ് എന്നൊരു ആപ്പ് ഇറക്കിയിട്ടുണ്ട് നമ്മുടെ ടൂറിസ്റ്റുകാർക്ക് വേണ്ടി. അതിൽ നമ്മുടെ പിക്കപ്പ് നമ്മുടെ ഡെസ്റ്റിനേഷനും കൊടുത്തു കഴിഞ്ഞാൽ എത്രയാണോ എമൗണ്ട് ആ എമൗണ്ട് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ക്രെഡിറ്റ് ആയി പൊക്കോളും. അതിനുശേഷം അവർ നമ്മളോട് പറയും റെയിൽവേ സ്റ്റേഷന് പുറത്തോട്ടൊന്ന് വരാമോ, ഞങ്ങൾക്ക് അകത്തോട്ട് എൻട്രി ഇല്ല. കാര്യം ഇവിടെ ഈ പ്രൈവറ്റ് ടാക്സിക്കാർ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ ഗോവ മൈൽസിലുള്ള ആൾക്കാരെ അകത്തോട്ട് കയറ്റത്തില്ല. അപ്പോൾ അങ്ങനൊരു പ്രശ്നമുള്ളതുകൊണ്ട് ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ് പുറത്തോട്ട് വരാൻ. ഞങ്ങൾ പുറത്ത് വന്നിട്ട് ഞങ്ങളെ കൃത്യമായി ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ കൊണ്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞങ്ങളുടെ ഹോട്ടൽ ട്ടോ. ഹോട്ടൽ കോൾബ കിനാര. അത്യാവശ്യം നല്ലൊരു ഹോട്ടൽ തന്നെയായിരുന്നു കേട്ടോ. കുഞ്ഞ് ഫാമിലിക്കൊക്കെ അടിപൊളിയായിട്ട് നിൽക്കാൻ പറ്റും. ഞങ്ങളിവിടെ ഒരു ഡ്യൂലക്സ് റൂമാണ് എടുത്തേക്കുന്നത്. റൂം ടൂർ ഉടനെ തന്നെ ഇടുന്നതാണ്. ഇവിടെ കാണാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ പച്ചപ്പാണ്. പച്ചപ്പും ബീച്ചും നമ്മുടെ ഗോവയിലുള്ളത്. എനിക്ക് കാണുമ്പോൾ നമ്മുടെ ഒരു മിനി കേരള പോലെയാണ് എനിക്ക് തോന്നിയത്. നമ്മൾ വേറെ ഗോവയിലോട്ടാണ് വന്നതെന്ന് പോലും നമുക്ക് തോന്നത്തില്ല. അത്രയ്ക്ക് പച്ചപ്പാണുള്ളത്. നേരെ ഞങ്ങൾക്ക് അകത്തേക്ക് കയറി ചെക്ക് ഇൻ പ്രോസസ്സൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾക്ക് അവരോട് ഒരു വെൽക്കം ഡ്രിങ്ക് തന്നു. ഇവർ തന്നെ കൊക്കും എന്ന ഒരു ഫ്രൂട്ടിൻ്റെ ജ്യൂസാണ്. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വെറൈറ്റി ജ്യൂസ് കുടിക്കുന്നത്. നമ്മുടെ നാട്ടിലൊന്നും കിട്ടാത്തതാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലോട്ട് പോവുകയാണ്. ലിഫ്റ്റുണ്ട്. ലിഫ്റ്റിൽ കയറി ഞങ്ങൾ സെക്കൻഡ് ഫ്ലോറിലാണ് ഇറങ്ങുന്നത്. അവിടെ റൂം നമ്പർ 215 ആണ്. ഞങ്ങൾ ഇനി എന്തായാലും ഒരു 3 ദിവസം സൗത്തിലും 1 ദിവസം നോർത്തിലും അങ്ങനെ മൊത്തം 4 ദിവസം ഞങ്ങൾ ഗോവയിലുണ്ടായിരിക്കും. അപ്പം ബാക്ക് ടു ബാക്ക് വീഡിയോസ് വരും. എന്തൊക്കെയാണ് ഇവിടെ കാണാനുള്ളതെന്നൊക്കെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇനിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ ബൈ.